ഫിൽമോർ 1967 മോഡൽ കോംബി വാൻ. എന്റെ ഈ ലോഗോ കാണുമ്പോൾ ഞാൻ ഏത് ബ്രാൻഡാണെന്നും ഏത് രാജ്യക്കാരിയാണെന്നും മനസ്സിലായി കാണുമല്ലോ. ഫോക്സ് വാഗൻ ജർമ്മനിയിൽ നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ച വാഹനങ്ങളിൽ ഒരാളാണ് ഞാനും. ടൈപ്പ് 2 എന്നും മൈക്രോബസ് എന്നുമെല്ലാം പേരുകൾ എനിക്കുണ്ട്. എന്നാൽ ഫിൽമോർ എന്ന പേര് എനിക്ക് വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതാണ് ഇന്നത്തെ കഥ. എന്റെ കഥ പറയും മുമ്പ് ഞങ്ങളുണ്ടായ കഥ പറയണമല്ലോ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ 1947 ജർമ്മനിയിലെ ഫോക്സ് വാഗൻ പ്ലാന്റ് സന്ദർശിക്കാനെത്തിയ ഡച്ചുകാരനായ ഇമ്പോർട്ടർ ബെൻ പോണിന്റെ ആവശ്യപ്രകാരമായിരുന്നു ഞങ്ങളുടെ തലമുറയിലെ ആദ്യ വാഹനം പുറത്തിറങ്ങുന്നത്. ഫോക്സ് വാഗന്റെ ആദ്യ മോഡലായ ബീറ്റിൽ ടൈപ്പ് 1ന്റെ ഷാസിയും എഞ്ചിനും അടിസ്ഥാനമാക്കിയായിരുന്നു നിർമ്മിച്ചിരുന്നത്. അങ്ങനെയാണ് എനിക്ക് ടൈപ്പ് 2 എന്ന പേര് കിട്ടിയത്. പേരുകളെ പറ്റി പറഞ്ഞ ഒരുപാട് പേരുകളുണ്ട് എനിക്ക്. കോംബി എന്ന പേരിന് പുറമെ ഫാക്ടറി കോഡായി ലഭിച്ചതാണ് ടൈപ്പ് 2. പിന്നെ ഓരോ രാജ്യങ്ങളിലും ഓരോ പേരുകളിലാണ് ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടനിൽ ക്യാമ്പർ, അമേരിക്കയിൽ സ്റ്റേഷൻ വാഗൺ, ജർമ്മനിയിൽ ബുളി, അങ്ങനെ ഓരോ പേരുകൾ. പിന്നെയാണ് ഇപ്പോഴത്തെ എന്റെ പേരായ ഫിൽമോറിലേക്ക് എത്തിയത്. ഫിൽമോർ എന്നുള്ള പേര് വണ്ടിയുടെ പെറ്റ് നെയിമാണ്. അത് മകൻ ഇട്ട പേരാണ്. വണ്ടി ആദ്യമായിട്ട് കണ്ടപ്പോൾ അവൻ കാർസ് എന്ന് പറഞ്ഞ കാർട്ടൂൺ സീരീസിലെ അതിൽ ഉള്ള ഒരു കോംബിയുടെ പേരാണ് ഫിൽമോർ. ആ പേരാണ് മോനിട്ട പേരാണ് ഇപ്പോൾ വണ്ടിക്ക് പെറ്റ് നെയിമായിട്ടുള്ളത് ഫിൽമോർ. നമ്മുടെ ഗാരേജിൻ്റെ പേരും അത് തന്നെയാണ്, ഫിൽമോർസ് ഗാരേജ്. വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 1967 വോക്സ് വാഗൺ കോംബി സ്പ്ലിറ്റ് വിൻഡോ. 67 എന്ന് പറയുമ്പോൾ ഈ കോംബി സ്പ്ലിറ്റ് വിൻഡോൻ്റെ ലാസ്റ്റ് മോഡലാണ്. 67 മുതൽ മൈക്രോബസ് ബേ വിൻഡോ ടൈപ്പാണ് ഇറങ്ങിയിട്ടുള്ളത്. 67ലാണ് ഈ ടൈപ്പ് വണ്ടി സ്പ്ലിറ്റ് വിൻഡോൻ്റെ ലാസ്റ്റ് മോഡലാണ്. ഈ സ്പ്ലിറ്റ് വിൻഡോയിൽ തന്നെ റയറായിട്ടുള്ള സ്ലൈഡിംഗ് ഡോറാണ്. അതും രണ്ട് സൈഡിലും സ്ലൈഡിംഗ് ഡോറുള്ള വണ്ടികൾ വേൾഡിൽ തന്നെ ഒരുപാട് റയറാണ്. 1967 ഇൻഡോ ജർമ്മൻ നീലഗിരി ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്ത കുറച്ച് ജർമ്മൻ വണ്ടികളിൽപ്പെട്ട ഒരു വണ്ടിയാണത്. 1967 ജർമ്മനിയിലെ വോൾഫ്സ്ബർഗിൽ ജനിച്ച ഞാൻ 1968 ഇൻഡോ ജർമ്മൻ നീലഗിരി ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് വേണ്ടി നീലഗിരിയിലേക്ക് എത്തുന്നത്. അന്നു മുതൽ ഒരുപാട് വർഷക്കാലം തണുത്ത നീലഗിരി കുന്നുകളിൽ സായിപ്പിന്റെ കൂടെ ആ കാർഷിക പ്രോജക്റ്റിൽ പണിയെടുത്തു. പിന്നീട് അവിടുന്ന് തിരുപ്പൂർ തുണി വ്യവസായ നഗരത്തിലേക്ക് എത്തി. അവിടെയും ഒരുപാട് നാൾ പണിയെടുത്തു. പിന്നീട് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം 1998 ഒരു സ്കൂളിന് വേണ്ടി വാൻ വാങ്ങാൻ കേരളത്തിൽ നിന്ന് വന്ന ഒരാൾ ഒരു സ്റ്റാൻഡേർഡ് വാനിന്റെ കൂടെ കുറഞ്ഞ വിലയ്ക്ക് എന്നെയും കൊണ്ടുപോയി. 2003 ഫിറ്റ്നസ് തീരുന്നത് വരെ വർക്ക്ഷോപ്പ് ഉടമയായിരുന്ന അയാളുടെ കൂടെ തലങ്ങും വിലങ്ങും ഓട്ടമായിരുന്നു. ഫിറ്റ്നസ് തീർന്നതോടെ 4 വീലും അഴിച്ച് വർക്ക്ഷോപ്പിന്റെ ഒരു കോണിലേക്ക് ഞാൻ മാറി. പിന്നീട് അവിടെ ഈ ഒരു കോലത്തിലായിരുന്നു ഞാൻ കിടന്നിരുന്നത്. അങ്ങനെ ഒരു 2019 ജൂലൈ മാസം തൃശ്ശൂരിൽ നിന്ന് ഒരാള് എന്നെ തേടി വന്നു. മുൻപ് പലതവണ ഈ വർക്ക്ഷോപ്പിലേക്ക് വന്നെങ്കിലും ഇന്നെന്നെ സ്വന്തമാക്കാനുള്ള വരവാണിതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ വണ്ടി കാണുന്നത് 2007 അതിനുശേഷം ഞാൻ 2018 ഞാൻ ഈ വണ്ടി മേടിക്കുന്നത്. കൊറോണ ടൈമിലായിരുന്നു. റിസ്റ്റോറൊക്കെ ചെയ്ത് ഒരു 3 വർഷം എടുത്തിട്ട് 2021 ഈ വണ്ടി ഈ രൂപത്തിൽ കൊണ്ടുവന്നത്. 1400cc വരുന്ന റിയർ എഞ്ചിൻ വാഹനമാണ് ഞാൻ. ആദ്യകാലത്തെ ബീറ്റിലില്ലേ, അതിനോടൊക്കെ സാമ്യം വരുന്ന എഞ്ചിൻ, അതോടൊപ്പം 4 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും. വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് 1967 വന്നിട്ടുള്ള അതേ എയർ കൂൾഡ്
ബോക്സർ എഞ്ചിനാണ്. ഈ വണ്ടി നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇത് റീസ്റ്റോർ ചെയ്തെടുക്കാൻ ഉള്ളൊരു ഇതിൻ്റെ ബുദ്ധിമുട്ടിനെ പറ്റി നമുക്ക് അറിയായിരുന്നില്ല. വണ്ടി മേടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പാർട്സ് സോഴ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാക്കിയത്. എല്ലാ പാർട്സും അവൈലബിൾ ആണ്, പക്ഷേ നമുക്ക് ഷിപ്പിംഗ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. ബാക്കി പാർട്സിൻ്റെ വിലയും കൂടുതലായിരിക്കും, ഷിപ്പിങ്ങിനും നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത് ഒരു കാരിയറാണ്. കാരിയർ ഉണ്ടായിരുന്നില്ല, അത് നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്തെടുത്തതാണ്, കസ്റ്റം ചെയ്ത് എടുത്താണ്. ഈ സീറ്റും നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തതാണ്, റോക്ക് ആൻഡ് റോൾ സീറ്റാണ്. ഇപ്പോൾ ഇവിടെ തൃശ്ശൂരിലൂടെ കറക്കമുണ്ട്. സ്വന്തമായൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയ പിള്ളേർക്കൊക്കെ എന്നെ അറിയാം. കാണുമ്പോൾ ഒരു കൗതുകം നിറഞ്ഞ കുഞ്ഞു വാനായിട്ട് തോന്നുമെങ്കിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ ഉൾപ്പെടെ ക്യാമ്പിങ്ങും വാൻ ലൈഫും ഹിറ്റാകാൻ ഞാനും ഒരു കാരണമായിട്ടുണ്ട്.